40 ആലിമീങ്ങൾ ഒരുമിക്കുകയില്ല എന്നതാണ് അവരെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം. ദലാലത്തിൻ്റെ മേൽ കേരളത്തിലെ തലയെടുപ്പുള്ള വലിയ മുദരിസ്മാരായ മുത്തഖീങ്ങളായ താരതമ്യേന കേരളത്തിലെ ആലിമീങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട 40 ആളുകൾ ചേർന്നുകൊണ്ട് അവർ ബാത്തിലിൻ്റെ പേരിലോ ദലാലത്തിൻ്റെ പേരിലോ യോജിക്കുകയില്ല എന്ന ധൈര്യമാണ് അവർ 40 പേർ ചേർന്നെടുക്കുന്ന തീരുമാനം നമ്മൾ ആമന്നാ സല്ലംന എന്ന് പറയുന്നതിൻ്റെ കാരണം. അങ്ങനെ ആമന്നാ സല്ലംന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത്. 40 ആലിമീങ്ങൾ ചേർന്നൊരു തീരുമാനം എടുത്തു. തീരുമാനം ഒന്ന് ആലോചിച്ചിട്ട് വേണമെന്ന് ഒരാൾ പറയുകയോ അഭിപ്രായപ്പെടുകയോ നിഗമനത്തിലെത്തുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് സമസ്തക്കാരൻ എന്ന് പറയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ 40 ആളുകൾ, അതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ 40-ൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്നാൽ ഒരു ക്രൗഡിൽ നിന്ന്, വലിയൊരു സമൂഹത്തിൽ നിന്ന് എലക്ഷൻ വഴിയായി ഒഴിവ് വന്ന ഒരു സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തലല്ല രീതി. ബാക്കി 39 ആളുകൾ ചേർന്ന് ഇനി നമ്മളോടൊപ്പം കേരളീയ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ആൾ ആരാണുള്ളത് എന്ന് കണ്ടെത്തി അയാളെ മുഷാവറയിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. ഒന്നല്ല രണ്ടല്ല, എത്ര ഒഴിവ് വന്നാലും ഈ ഒരു രീതിയാണ് അവലംബിച്ചു വന്നത്. അങ്ങനെ 40 ആളുകൾ അല്ലെങ്കിൽ 38 ആളുകൾ എത്ര പേരാണോ ഉള്ളത്, അവർ ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം കേരളീയ മുസ്ലിങ്ങൾ അംഗീകരിച്ചു പോരുകയും അവരുടെ ജീവിതക്രമമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നാളിതുവരെ വന്നിട്ടുള്ളത്. അതേ രീതി തന്നെയാണ് ഇനിയും തുടർന്ന് വരേണ്ടത് എന്ന അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് നമുക്ക് ഖൈറിലേക്ക്, ഹക്കിലേക്ക്, അതുപോലെ നന്മയിലേക്ക് വഴി നടത്താൻ സഹായിക്കുന്ന 40 ആലിമീങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അവർ മുത്തഖീങ്ങളാണ്, അവർ സാലിഹീങ്ങളാണ്. ബാത്തിലിൻ്റെ മേലിലോ ദലാലത്തിൻ്റെ മേലിലോ അവർ ഒന്നിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ പറയുന്ന തീരുമാനം എടുക്കുന്നത് വരെ നമുക്ക് അഭിപ്രായമൊക്കെ പറയാം. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഏത് വിഷയത്തിലാണെങ്കിലും, ഏറ്റവും പുതിയ വിഷയങ്ങളിലാണെങ്കിലും പഴയ വിഷയങ്ങളിലാണെങ്കിലും ത്വരീഖത്ത് സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും എന്ത് വിഷയങ്ങളാണെങ്കിലും സ്ഥാപന സംബന്ധിയായ വിഷയങ്ങളാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവരൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ആ തീരുമാനം മാറ്റിയാലോ നമ്മളും മാറ്റാൻ തയ്യാറാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പഴയ തീരുമാനത്തേക്ക് തന്നെ പോയാലോ നമ്മളും പോകാൻ തയ്യാറാണ്. അങ്ങനെ തയ്യാറുള്ള ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് സമസ്തക്കാരായി സമസ്തയുടെ കീഴിൽ അണിനിരന്ന് മുന്നോട്ട് പോകണമെന്നതാണ് 100-ാം വയസ്സ് തികയുന്ന സമസ്തയുടെ ആളുകൾ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളതും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ടതുമായ മഹത്തായ ഒരു ആശയവും ആദർശവും അതാണ്. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക പരിപാടി 2 വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികളോടുകൂടി ആഘോഷിക്കാനിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ വെച്ച് അതിൻ്റെ വാർഷിക പരിപാടികളുടെ തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരുപാട് പോഷക ഘടകങ്ങളുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡുണ്ട്, സുന്നി യുവജന സംഘമുണ്ട്, ജമിയത്തുൽ മുഅല്ലിമീനുണ്ട്, സുല്ലി മഹല്ല് ഫെഡറേഷൻ ഉണ്ട്, ഒരുപാട് SKSSF സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും മഹത്തായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ യുവജനങ്ങൾക്കിടയിൽ ധാർമ്മിക ബോധവും ധാർമ്മികതയുടെ ശക്തിയും ഉണ്ടാക്കി തീർക്കുക എന്നതാണ് SKSSFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന പദ്ധതി. മതകലാലയങ്ങളിലും അതുപോലെ ഭൗതിക കലാലയങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പഠനം പൂർത്തിയാക്കി ഗോദയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾ, അവർക്ക് ഇസ്ലാമികമായി ദിശാബോധം നൽകണം. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആശയ ആദർശങ്ങളെക്കുറിച്ച് ഉത്ബോധനങ്ങൾ നടത്തണം, സംശയങ്ങൾ തീർത്തു കൊടുക്കണം. വ്യത്യസ്തമായ മേഖലകളിൽ മരണം വരെ പ്രവർത്തിക്കുന്നതിനാവശ്യമായ പരിശീലനങ്ങൾ നൽകണം. മഹത്തായ SKSSFൻ്റെ നേതൃത്വം അതിനെല്ലാം കഠിനമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. 35 വർഷമായി കേരളക്കരയിൽ SKSF പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനകം അനവധി പ്രവർത്തനങ്ങൾ SKSF ഏറ്റെടുക്കുകയും മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായി, എല്ലാ സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി
വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ധാർമ്മികമായ മുന്നേറ്റങ്ങൾ, ആത്മീയമായ നീക്കങ്ങൾ എല്ലാം നടത്തുന്ന ധാരാളം ഉപഘടകങ്ങളോടുകൂടിയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. SKSF-ൻ്റെ 35-ാം വാർഷിക പരിപാടി ഈ വരുന്ന 2024 ഫെബ്രുവരി മാസം 2, 3, 4 തീയതികളിൽ നടക്കുകയാണ്. 4-ാം തീയതി വലിയ വിപുലമായ പൊതുസമ്മേളനം കടപ്പുറത്ത് നടക്കും ഇൻഷാ അല്ലാഹ്. അതിലെല്ലാം നമ്മളൊക്കെ പങ്കുചേരണം, അതിൻ്റെ പ്രചരണങ്ങൾ ഏറ്റെടുക്കണം. കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. ഈ നന്മയുടെ കൂട്ടായ്മകൾ നന്മയിലേക്ക് നയിക്കുമെന്നാണ്. നിസ്കാരം ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, നിസ്കാരം ഫഹ്ശാ മുങ്കറിനെ തൊട്ട് തടയും എന്ന വചനത്തിൻ്റെ വിശദീകരണത്തിൽ ജമാഅത്തായിട്ടുള്ള നിസ്കാരം പ്രത്യേകമായി പറഞ്ഞു. ജമാഅത്ത് നിസ്കാരം ഒരു കൂട്ടായ്മയെ ഉണ്ടാക്കി തീർക്കും, നിസ്കരിക്കുന്നവരുടെ കൂട്ടായ്മ. തെറ്റുകളിലേക്ക് പോകുന്നതിൽ നിന്ന് ആ കൂട്ടായ്മ തടഞ്ഞു വെക്കുമെന്നാണ്. ഏതൊരു മനുഷ്യനെക്കുറിച്ചും അറിയാൻ അവൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് വേണ്ടതെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനത്തിൽ ഇങ്ങനെ കാണാം: അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കുമെന്നത്. SKSF-ൻ്റെ കൂട്ടുകെട്ട് നന്മയിലേക്ക് നയിക്കും. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളൊക്കെ വിദ്യാർത്ഥികളെ സുന്നി ബാലവേദി എന്ന സമസ്തയുടെ ചെറിയ കുട്ടികൾക്കുള്ള ബാലവേദിയിൽ അണിനിരത്തണം. അത് കഴിഞ്ഞ് SKSF-ൽ അണിനിരത്തണം. നന്മയുടെ കൂട്ടായ്മ നന്മയിലേക്കായിരിക്കും നയിക്കുക. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും കൂട്ടമായി ചെയ്യാൻ കഴിയും. നല്ല കൂട്ടുകാർ എന്നത് നന്മയിലേക്ക് നയിക്കും. ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വസ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പ്രധാനമായും 2 എണ്ണമാണ്. ഒന്ന്, മകന് അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല കൂട്ടുകാരെ ഉണ്ടാക്കി കൊടുക്കുക എന്നതും നല്ല ഒരു ഉസ്താദിലേക്ക് അടുപ്പിക്കുക എന്നതുമാണ്. ഇത് രണ്ടും നമ്മുടെ മക്കൾക്ക് SKSF-ലൂടെ സാധ്യമാവും. അതുകൊണ്ട് SKSF-ൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ എല്ലാവരും തയ്യാറാവണം എന്ന് സാന്ദർഭികമായി ദ്യോതിപ്പിക്കട്ടെ. SKSF-ൻ്റെ 35-ാം വാർഷിക പരിപാടി നടക്കുകയാണ്. സത്യം, സ്വത്വം, സമർപ്പണം എന്നതാണ് ഈ സന്ദർഭത്തിൽ SKSF മുന്നോട്ട് വെക്കുന്ന പ്രമേയം. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ. സ്വത്വം എന്ന് പറയുന്നത് റഹീമീൻ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.